ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച് ഈ പയറിൻ്റെ 3ാമത്തെ വളമിടിയിലും പയറിൻ്റെ 4ാമത്തെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ആരും മിസ് ചെയ്യരുത്, അവസാനം വരെ കണ്ടു നോക്കണം. ഇനി ഇതിനകത്ത് വളപ്രയോഗം ഒന്നുമില്ല. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പം കുറേ പേരൊക്കെ കൃഷി ചെയ്തൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ പയറിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. സത്യത്തിൽ ഈ പയറൊക്കെ നട്ടിട്ട് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാനേ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ എപ്പോഴും അതിനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് എൻ്റെ ഈ പച്ചക്കറി തോട്ടത്തിലോട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പണ്ടേ ഉള്ള എൻ്റെ സ്വഭാവം അത് കേട്ടോ. ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് ചായ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പയറിനെയും എല്ലാ പച്ചക്കറികളെയും വന്ന് കണ്ടിട്ട് അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് മാത്രമേ വീട്ടിൽ ചായ ഇടാറുള്ളൂ. അച്ഛൻ ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ല കേട്ടോ. അച്ഛന് രാവിലെ ചായയൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറി തോട്ടത്തിൽ കുറേ നേരം ഞാൻ സമയമൊക്കെ ചിലവഴിച്ചിട്ടേ പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ പയറിനോ മുളകിനോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചോ, രാത്രിയിലൊക്കെ എനിക്ക് വിഷമമായിരുന്നു. കാരണം ഇവരുടെ എന്തെങ്കിലും കീടകളൊക്കെ കടിച്ചോ, വെള്ളം കൊണ്ടുപോയോ, കാറ്റത്തൊക്കെ വീണ് പോയോ എന്നൊക്കെയുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒന്നിനും യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. എല്ലാം നല്ലതുപോലെ നിൽപ്പുണ്ട്. എല്ലാം പടർന്നെല്ലാം പന്തലിനകത്തോട്ട് കയറാൻ തുടങ്ങി. തന്നെ എല്ലാം പൂവും വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പൂവും വരാൻ തുടങ്ങി. അപ്പോൾ ഇനി എന്തായാലും ഒരു വളവും കൂടെ ചെയ്യണം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ പയറിൻ്റെ ആരോഗ്യസ്ഥിതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു വളവും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. കാരണം കുഴപ്പമില്ല നിൽക്കുന്നുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നു വളം ഇല്ലേലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വളപ്രയോഗം കൂടി ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതിന് വള്ളിയൊക്കെ വീശുമ്പോൾ നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുക്കണം. കമ്പില്ലാത്തവർ വള്ളി കെട്ടി കൊടുക്കണം. വാഴവള്ളി ഉണ്ടെങ്കിൽ വാഴവള്ളി എന്ത് വേണമെങ്കിലും മതി. നിങ്ങൾ പൈസ അധികം ചിലവാക്കണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, പൈസ അധികം ചിലവാക്കി ഒന്നും കൃഷി ചെയ്യേണ്ട. കാരണം ഈ മഴയും കാറ്റും ഒക്കെ വന്നത് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അധികം പൈസയൊന്നും ചിലവാക്കി കൃഷിയൊന്നും ചെയ്യേണ്ട. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മളെയും കൊണ്ടാവുന്ന രീതിയിലൊക്കെ കൃഷി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാകില്ല. സങ്കടം ഉണ്ടാവും കേട്ടോ. നമ്മുടെ കൃഷിയൊക്കെ പോകുമ്പോഴും നമുക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും. അതാർക്കായാലും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ കൂട്ടുകാരി ജിഷ ബാംഗ്ലൂരിൽ കൃഷിയൊക്കെ ചെയ്തു. ക്വാർട്ടേഴ്സിലായിരുന്നു. പുള്ളിക്കാരത്തി ചട്ടിയിലൊക്കെ പയർ കൃഷിയൊക്കെ ചെയ്ത് നല്ലതുപോലെ വന്നു. പടമൊക്കെ ഇട്ട് എന്നെ കാണിച്ചു തരുന്നു വാട്സപ്പിനകത്തൂടെ. പക്ഷേങ്കിൽ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് വളരെ സങ്കടത്തോടുകൂടി എന്നോട് പറയുകയാണ്, ചേച്ചി എൻ്റെ പയറെല്ലാം കുരങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ ആ നട്ടവരുടെ സങ്കടമൊന്നും പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും. കാരണം അത്ര നല്ലതുപോലെ ചട്ടിക്കകത്ത് വന്നതായിരുന്നു ആ ചെടി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും. അപ്പം ജിഷ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇനിയും മുന്നോട്ട് പോവുക, കൃഷിയൊക്കെ ചെയ്യുക. കുരങ്ങനെയൊക്കെ നമ്മൾ പേടിച്ചിരുന്നാലൊന്നും കാര്യം നടക്കുകയില്ല. അപ്പം തീർച്ചയായിട്ടും ഇനിയും കൃഷിയൊക്കെ ചെയ്യുക. അപ്പം ഇനി നമ്മുടെ പയറിനകത്തോട്ട് വരാം. ഈ പയർ ഇപ്പം നല്ലതുപോലെ പടർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മൂട് ചെറുതായിട്ടൊന്ന് ഒരു മാന്തുന്ന ഒരു സാധനമുണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ചൊന്ന് മാന്തി കൊടുത്തിട്ട് സ്വല്പം വളം കൂടെ ചേർക്കാൻ പോവുകയാണ്. അപ്പം പയറെല്ലാം പടർന്ന് നമ്മുടെ പന്തലിലോട്ട് കയറിയിട്ടുണ്ട്. തന്നെ ഇനിയും അതേപോലെ ഇങ്ങനെ ഓരോ വള്ളികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കമ്പയിലോട്ട് ചുറ്റി കൊടുക്കണം. ഇത് അന്നേ ഞാൻ പറഞ്ഞതാണ്, രാവിലെ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പയറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഈ ഇങ്ങനെ വരുന്ന വള്ളികൾ നമ്മൾ ഈ കയറിനകത്തോട്ടോ വാഴവള്ളിയിലോട്ടോ ചുറ്റി നമ്മൾ പന്തലിലോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഇഷ്ടംപോലെ മൊട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നിന്ന് തന്നെ പൂ വരുന്നുണ്ട്. കായൊക്കെ പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ ഇഷ്ടംപോലെ മൊട്ടുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് വളപ്രയോഗം നടത്താം. പയറിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കാൻ പറ്റിയൊരു സാധനമാണിത്. ഇതൊക്കെ നമ്മൾ പണിയായുധങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ കിട്ടും ഇത്. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഇതിൻ്റെ ചുവട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചാരവും കൂടെ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നമുക്ക് ചുവടൊക്കെ നല്ലതുപോലെ അടുപ്പിച്ച് കൊടുക്കാം. എല്ലാത്തിൻ്റെയും മൂട് ഇതേപോലെ ചെയ്ത് വെക്കാം.
ഇതിൻ്റെ വളമൊക്കെ താഴോട്ട് ഇറങ്ങി മണ്ണിലോട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം ജൈവവളമൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അടിയിൽ നിന്ന് കണ്ടില്ലേ എത്ര കൊമ്പുകളാണ് കിളിച്ച് വരുന്നതെന്ന്. എന്നെ അങ്ങ് പിടിച്ചോളീന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, കണ്ടില്ലേ? എന്നെ അങ്ങ് എടുത്തോളീന്ന്. ഇതിനെല്ലാം നമ്മളിനി മുകളിലോട്ടാക്കി കൊടുക്കണം. സത്യം പറഞ്ഞവരൊക്കെ ഞാൻ അടുത്ത് വരുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം മാതിരി കേട്ടോ. എനിക്ക് അതിലേറെ സന്തോഷം എൻ്റെ ചെടികൾക്കാണെങ്കിൽ അതിലേറെ സന്തോഷമാണ് കേട്ടോ. എന്നെ കാണുമ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് അവരൊക്കെ. എനിക്കാണെങ്കിൽ ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും ഇവരെ അടുത്ത് വന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെ വള്ളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഞാൻ വന്നിട്ട് ഓരോ വള്ളി ഇങ്ങനെ വാഴവള്ളിയാണിത്. വാഴവള്ളി ഇങ്ങനെ കെട്ടിക്കൊടുക്കും, അതിലോട്ട് ഇങ്ങനെ ചുറ്റിച്ച് വെച്ച് കൊടുക്കും. എൻ്റെ കയ്യിലൊക്കെ മണ്ണാണ്. എൻ്റെ അടിഭാഗത്തുനിന്നേ ഇങ്ങനെ പൂവൊക്കെ വന്ന് ഇങ്ങനെ കണ്ട് നിൽക്കുന്നത്. എന്തായാലും പയറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഈ തൊട്ട് പുറമെ നിൽക്കുന്ന അയ്യത്തെ കാടൊന്നുമല്ല. നാളെ ഞാൻ നട്ട വൻപയറാണ് നിൽക്കുന്നത്. വൻപയർ ചെറുപയറൊക്കെയാണ് നിൽക്കുന്നത്. അതും പൂത്തൊക്കെ വരുന്നുണ്ട്. വള്ളിയൊക്കെ വീശാൻ തുടങ്ങി. എല്ലാ പയർ ചെടിയുടെയും ചുവടൊക്കെ ഇളക്കിയിട്ടിട്ട് വളം ഇട്ട് വെച്ചിരിക്കുകയാണ്. നെല്ലത്തിൻ്റെ ചുവട് വെട്ടിയടുപ്പിക്കണം. ഇതിൻ്റെ ചുവടൊക്കെ വെട്ടിയടുപ്പിച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ എത്ര കിളച്ച് കൊടുത്താലും ഈ ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഒക്കെ ഇടയ്ക്ക് നമ്മൾ ഇതിനെയൊക്കെ നോക്കാൻ വരുമ്പോൾ ഇതൊക്കെ പറിച്ചങ്ങ് കളയാൻ. പുല്ല് കള എന്നൊക്കെ പറയും ഇതിന്. ഇതൊക്കെ അപ്പം തന്നെ അങ്ങ് പറക്കി കളഞ്ഞിരുന്നാൽ മതി. നല്ലതുപോലെ മണ്ണ് അടുപ്പിച്ചിട്ട് കൊടുക്കാം ചുവട്ടിലോട്ട്. വെള്ളമൊന്നും കെട്ടിക്കിടക്കാത്ത രീതിയിൽ വേണം ഇനി വെട്ടി അടുപ്പിച്ച് കൊടുക്കാൻ. പിന്നെ മൂട്ടിൽ വെള്ളം നിൽക്കരുത്. ഇതിൻ്റെ ചുവട്ടിൽ മഴവെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഞങ്ങളുടെ ചിന്നും മിന്നും ഇറങ്ങിയിട്ടുണ്ട്. മണപ്പച്ചൊക്കെ നോക്കുകയാണ് തിന്നാൻ പറ്റിയ ഇലയാണോ എന്ന്. മുറ്റത്തൊന്നും ഇപ്പോൾ ഒരു സാധനം നിർത്തിയിട്ടില്ല. ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ എല്ലാം ചുവടെല്ലാം വെട്ടിയെടുപ്പിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ചുറ്റിനുമുള്ള പുല്ലെല്ലാം പറിച്ചു കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇനി കീടകളൊന്നും വരാതെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇത് കീടകൾക്ക് കൊടുക്കാതെ മുഞ്ഞയും തണ്ടുതുരപ്പനും ഒക്കെ വരും. അപ്പോൾ അതൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കണം. അതപ്പോൾ ഇലയൊക്കെ പെട്ടെന്ന് വാടുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കുക. എന്നും നമ്മൾ വന്ന് അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് നമ്മുടെ ഈ പയർ ചെടിയുടെയും വെണ്ടയ്ക്കാണെങ്കിലും എന്തോ നമ്മൾ നട്ടേക്കുന്നതിനെ വന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറേയൊക്കെ അതിൽ നിന്ന് കീടങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. മുഞ്ഞയൊക്കെ വന്നാൽ തുടക്കത്തിൽ തന്നെ അതിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അത് കയറി ഒരുപാടായി കഴിഞ്ഞിട്ട് പിന്നെ പല മരുന്നുകൾ ചെയ്ത് നോക്കിയാലും ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. നമ്മൾ മൂടോടുകൂടി പറിച്ച് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒരു വീഡിയോയിൽ ഞാൻ ഈ പയറിൻ്റെ കീടകൾക്കുള്ള പ്രതിവിധിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ മതി. ഐ ബട്ടൺ ഇട്ടിരിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇച്ചിരി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷികൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ഇനി നന്ദി, നമസ്കാരം.